ഞാനാണ് ഒരാളോട് പോയി ഞാൻ ആ വഴിക്ക് പോയിട്ടുണ്ടാവും. ഞാൻ പിന്നെ എന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. കാരണം വീട്ടുകാരെന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? എന്റെ അമ്മയൊക്കെ ഇപ്പൊ വിളിച്ചു വെച്ചോളൂ, നീ എവിടെയാ വീട്ടിലെത്താറായെന്ന്. ഞങ്ങളുടെയൊക്കെ രീതി അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോടുള്ള ഇത്തിരി സ്നേഹമുള്ളത്. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന ആളാണ്. ഞാൻ എന്റെ കുടുംബത്തിൽ വളരെ മാന്യമായിട്ട്, പിന്നെ ഞാൻ എല്ലാ സ്ഥലങ്ങളും യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ DJ പോയി കാണാറുണ്ട്, എല്ലായിടത്തും ഞാൻ പോകും. പക്ഷെ ഇന്ന് വരെ ഞാൻ ഒരു ലഹരിയോ ഒന്നും കഴിക്കാത്ത ആളാണ്. എനിക്ക് അതിന് തോന്നിയിട്ടില്ല കഴിക്കണമെന്ന്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് കഴിക്കുകയോ കഴിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇതെല്ലാം കാണുക മനസ്സിലാക്കുന്നത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പല സ്ഥലത്ത് തന്നെ കാണുന്നുണ്ടാവും. പക്ഷേ പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരാൾ ഒരു കാരണവശാലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പോകണമല്ല. നമ്മളൊരു മനസ്സാവും, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കണം, അല്ലേ? അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് പേരൻസിനെ അനുസരിക്കാതെ, പേരൻസിനേക്കാൾ കൂടുതൽ അവരുടെ അമ്മയുടെ അമ്മ, ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇവരൊന്നും നോക്കാതെ പോകുന്ന ആ സ്ത്രീ നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത്? നല്ല മറുപടി തന്നെ കൊടുക്കണം. നിങ്ങൾ ഒരു കാരണവശാലും തളരണ്ട. പുരുഷന്മാരെ ഇനി അങ്ങനെ അങ്ങോട്ട് ചവിട്ടി തേക്കാന്ന് വിചാരിക്കേണ്ട. കുറെ നാളുകൊണ്ട് ഈ സ്ത്രീകൾ മാത്രമായിട്ട് നിങ്ങളെല്ലാവരും, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ അമ്മയുടെ അമ്മ, അവരൊക്കെ നെഞ്ചുരുകിയാണ് വീട്ടിലിരിക്കുന്നത്, അറിയോ? അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ അങ്ങനെ ചവിട്ടി തേക്കാൻ എന്നല്ല, എന്നെ പോലെ കുറെ പേര് സ്ത്രീകൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, ശക്തമായിട്ട് സ്ത്രീകളുണ്ട്. പുരുഷനില്ലാതെ സ്ത്രീ ഇല്ല.